വീണ്ടും മിസ്റ്റർ ബംബിളിലേക്കാണ് നമ്മൾ പോകുന്നത്. മിസ്സിസ് കോർണി എന്ന സ്ത്രീയുമായി മിസ്റ്റർ ബംബിൾ നടത്തുന്ന സംഭാഷണവും പ്രണയവുമൊക്കെയാണ് ഇവിടുത്തെ പുതിയ കാഴ്ചകൾ. അന്ന് തണുപ്പ് പതിവിലും കഠിനമായിരുന്നു. മഞ്ഞ് കണ്ണാടിപ്പാളികൾ പോലെ റോഡിൽ ഉറഞ്ഞു കിടക്കുന്നു. ഹിമപാതം തുടർച്ചയായി പെയ്തിറങ്ങുകയാണ്. ഈ സമയത്ത് ഒലിവർ ജനിച്ചു വീണ അനാഥമന്ദിരത്തിൻ്റെ നടത്തിപ്പുകാരിയായിരുന്ന മിസ്സിസ് കാർണി പുറത്തേക്കുള്ള സകലമാന വാതിലുകളും ഭദ്രമായി അടച്ചുപൂട്ടി മുറിക്കുള്ളിലെ നെരിപ്പോടിനരികിലിരുന്ന് മനോരാജ്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. ചെറിയ ഡൈനിങ് ടേബിളിൽ അത്താഴത്തിനുള്ള രുചികരമായ വിഭവങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. എങ്കിലും ഈ തണുത്ത് വിറങ്ങലിച്ച സമയത്ത് ഒരു ചുടുചായ മുത്തിക്കുടിക്കുന്നതിനാണ് അവർ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. മേശപ്പുറത്തിരുന്ന ചായക്കെറ്റിലിൽ ചായയ്ക്കുള്ള പാലും വെള്ളവും അളന്ന് തിട്ടപ്പെടുത്തി സ്റ്റൗവിലേക്ക് വയ്ക്കുമ്പോഴും തൻ്റെ മനസ്സിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാനെന്ന വണ്ണം അവർ മൂളിപ്പാട്ട് പാടുന്നുമുണ്ടായിരുന്നു. തിളപ്പിച്ചെടുത്ത ചായ ഗ്ലാസ്സിലേക്ക് പകരുന്നതിനിടയിൽ അവരുടെ മുഖം പെട്ടെന്ന് ശോകമുഖമായി. ആ നിമിഷം അവരെ അത്തരമൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ആ ചായപാത്രത്തിൻ്റെ കറുത്ത നിറമാണ്. ഏതാണ്ട് 25 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്ന ആ ചായപാത്രം അവരിൽ ഉളവാക്കിയത് അവരുടെ തന്നെ ഏറ്റവും സന്തോഷകരമായിരുന്ന കഴിഞ്ഞ കാലത്തെയാണ്. ചായ മുത്തിക്കുടിക്കുന്നതിനിടയിൽ ആ സ്ത്രീ 25 വർഷം മുൻപ് മരിച്ചുപോയ തൻ്റെ ഭർത്താവിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ആ സുന്ദരമായ കാലത്തെക്കുറിച്ചോർത്താണ് അവരുടെ മുഖം വാടിയത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അവർ ജീവിച്ചത് ഒരു ഏകാന്ത ജീവിയായിട്ടാണ്. അത്തരമൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുഃഖപൂർണമായ ഓർമ്മകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മറ്റൊന്നിനെ സ്വീകരിക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ മറ്റൊന്ന് പഴകിയ ചായപാത്രമാണോ അതോ അകാലത്തിൽ നഷ്ടപ്പെട്ട ഭർത്താവിന് പകരം മറ്റൊരാളാണോ എന്ന് അവർക്ക് തന്നെ ബോധ്യമാകുന്നതിന് മുമ്പായി കതകിൽ ആരോ ശക്തിയായി മുട്ടിവിളിക്കുന്നതാണ് കേട്ടത്. കതകിൽ തട്ടി ശബ്ദമുണ്ടാക്കി തൻ്റെ ഓർമ്മകൾക്ക് വിരാമമിട്ടതാരായിരുന്നാലും അവർക്കത് ക്ഷമിക്കാനാകുമായിരുന്നില്ല. മുതുകിളവിയായ ഏതോ ഒരു തെണ്ടി മരിക്കാൻ വെമ്പൽ പൂണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആരോ കതകിൽ മുട്ടിവിളിക്കുന്നതെന്നാണ് അവർ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാതിൽ തുറന്നു കൂടുതൽ സങ്കടങ്ങൾ സ്വീകരിക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. ഭക്ഷണത്തിന് മുന്നിലിരിക്കുമ്പോഴാണോ കതകിൽ തട്ടി ശല്യപ്പെടുത്തുന്നതെന്നും മഞ്ഞിൻ്റെ ആധിക്യം കഠിനമായതിനാൽ ഇപ്പോൾ കതക് തുറക്കാൻ നിർവാഹമില്ലെന്നും അവർ അരിശത്തോടെ വിളിച്ചു പറഞ്ഞു. നാശങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കത്തില്ലെന്ന് അവർ പിറുപിറുക്കുകയും ചെയ്തു. എന്നാൽ പുറത്തുനിന്നും മറുപടിയായി കേട്ടത് ഒരു പുരുഷൻ്റെ ശബ്ദമാണെന്ന് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ആ ശബ്ദത്തിൻ്റെ ഉടമ മിസ്റ്റർ ബംബിളാണെന്നും അവർ മനസ്സിലാക്കി. അവർ അത്ഭുതത്തോടെ വിളിച്ചു ചോദിച്ചു, അല്ല, പുറത്തു നിൽക്കുന്നത് ബംബിൾ സാറാണോ? വാതിൽ തുറക്കാൻ താമസിച്ചതിനാൽ പുറത്തു നിന്നിരുന്ന സമയത്ത് ബംബിൾ തൻ്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന മഞ്ഞുപാളികൾ തട്ടിക്കളയുന്ന തിരക്കിലായിരുന്നു. മിസ്സിസ് കോർണിയാകട്ടെ ചായ മൊത്തിക്കുടിച്ചുകൊണ്ട് തന്നെ വാതിൽ തുറന്നു കൊടുത്തു. അകത്തേക്ക് കയറിയ ബംബിൾ വാതിൽ അടച്ചു കൊള്ളട്ടെയോ എന്ന് അവരോട് അനുവാദം ചോദിക്കുകയും ലജ്ജാവഹമായ ഒരു ചെറുചിരിയോടെ അവർ ബംബിളിനെ അതിനനുവദിക്കുകയും ചെയ്തു. ബംബിൾ സാർ, തണുപ്പ് അതികഠിനം തന്നെ അല്ലേ? അവരുടെ ആ ചോദ്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിച്ചിട്ടെന്ന വണ്ണം മിസ്റ്റർ ബംബിൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. മിസ്സിസ് കോർണി ആദരവോടെ ബംബിളിനെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി അയാൾക്ക് ചൂടുചായ പകർന്നു കൊടുത്തു. ചായ മുത്തി കുടിക്കുന്നതിനിടയിൽ അവർ പലതും സംസാരിച്ചു. ഈ സംസാരം ചെന്നെത്തിയത് രണ്ടുപേരുടെയും ഏകാന്തമായ ജീവിതത്തിലാണ്. മിസ്റ്റർ ബംബിളിനെ സംബന്ധിച്ചിടത്തോളം അനാഥാലയങ്ങളുടെ നടത്തിപ്പുമായിട്ടുള്ള ഈ ജീവിതം അടുത്തു തുടങ്ങിയിരുന്നു. തനിച്ച് ജീവിച്ച് വല്ലാതെ ബോറടിക്കുന്നുവെന്ന് അയാൾ മിസ്സിസ് കോർണിയോട് തുറന്നു പറഞ്ഞു. തൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണെന്നും തെണ്ടികളായ അനാഥചക്കന്മാരെയും കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന വൃദ്ധകളെയും പരിചരിച്ച് മടുത്തെന്നും ജീവിതം വിരസമാണെന്നും അവർ ബംബിളിനോടും പറഞ്ഞു. ഈ സംഭാഷണം രണ്ടുപേരെയും സന്തോഷിപ്പിച്ചു. രണ്ടാളിൻ്റെയും ചിന്തകൾ സഞ്ചരിക്കുന്നത് ഒരേ ദിക്കിലേക്ക് തന്നെയാണെന്ന തിരിച്ചറിവ് അവരെ ആഹ്ലാദിപ്പിച്ചു. ബംബിൾ ചിരിച്ചു. ബംബിളിൻ്റെ ചിരിയിൽ മിസ്സിസ് കോർണിയും പങ്കാളിയായി. ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹവും അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നുവെന്ന് ബംബിൾ തുറന്നു പറഞ്ഞപ്പോൾ മിസ്സിസ് കോർണിയുടെ മുഖത്ത് പ്രകാശം പരന്നു. താനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് അവർ വെളിപ്പെടുത്തിയപ്പോൾ ബംബിളിൻ്റെ കണ്ണുകൾ അസാധാരണമായി വികസിച്ചു. എൻ്റെ പ്രിയപ്പെട്ട കോർണി, ഇന്നത്തെ രാത്രിയിലെ തണുപ്പ് അതികഠിനമായിരിക്കുന്നതായി അനുഭവപ്പെടുന്നില്ലേ നിനക്ക്? ബംബിൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ബംബിൾ, നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? മിസ്സിസ് കോർണിയുടെ മറുചോദ്യം ബംബിളിനെ കൂടുതൽ ആഹ്ലാദിപ്പിച്ചു.
ഇതിനോടകം തന്നെ ചായക്കപ്പുകൾ കാലിയായിരുന്നതിനാൽ മിസ്സിസ് കോർണി വീണ്ടും ചായ ഉണ്ടാക്കുന്നതിനായി സ്റ്റൗ കത്തിച്ച് ചായപാത്രം അടുപ്പിൽ വെച്ചു. ചായ തിളച്ചു വന്നപ്പോൾ അവർ ചോദിച്ചു, ബമ്പിൾ സാർ, മധുരം വേണമെന്നുണ്ടോ? ബമ്പിൾ മറുപടി പറയാതെ ചിരിക്കുക മാത്രം ചെയ്തു. അവരെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് ജീവിക്കാനായി തിരഞ്ഞെടുത്ത ഏറ്റവും അനുയോജ്യമായ ദിവസമായിരുന്നു അന്ന്. നെരിപ്പോടിനരികിൽ ചായമൊത്തി കുടിച്ചുകൊണ്ട് അവർ തൊട്ടുരുമ്മിയിരുന്ന തണുപ്പിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഈ സമയത്താണ് അവരെ അലോസരപ്പെടുത്തിക്കൊണ്ട് ഒരു വൃദ്ധയുടെ നിഴൽ രൂപം ജനലിന് സമീപം പ്രത്യക്ഷപ്പെട്ടതും മെല്ലിച്ച് നീണ്ട തല അകത്തേക്ക് നീട്ടി വിറയാർന്ന ശബ്ദത്തിൽ അവർ ഒച്ചയുണ്ടാക്കിയതും. മാഡം കോർണി, ആ സാലി മരിക്കാൻ കിടക്കുന്നു. തങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കി ജനലരികിൽ നിന്നും ഉയർന്നു കേട്ട വിറയാർന്ന ശബ്ദം മിസ്സിസ് കോർണിയെ ദേഷ്യം പിടിപ്പിച്ചു. അവർ അരിശത്തോടെ ചോദിച്ചു, ഞാൻ വിചാരിച്ചാൽ അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല മാഡം, അവർ മരിച്ചേ മതിയാകൂ. എത്രയോ മനുഷ്യരുടെ മരണം ഞാൻ നേരിൽ കണ്ടിരിക്കുന്നു മാഡം. പീറച്ചെറുക്കന്മാർ മുതൽ പടുകിഴവിമാർ വരെ അക്കൂട്ടത്തിലുണ്ട്. അവരെല്ലാം മരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ സാലിയാകട്ടെ മരിക്കാൻ കൂട്ടാക്കുന്നില്ല. അവർ മരണവിപ്രാളം കാണിക്കുമ്പോഴും എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാം, നിങ്ങളെത്താതെ, മാമനെ കാണാതെ താൻ മരിക്കുകയില്ലെന്നാണ് അവർ പറയുന്നത്. ആ മെല്ലിച്ച രൂപം ഇത്രയും പറഞ്ഞത് വിറച്ചുകൊണ്ടാണ്. അവരുടെ വാക്കുകൾ മിസ്സിസ് കോർണിയെ കൂടുതൽ ചുണ്ടിപിടിപ്പിച്ചു. മരിക്കാൻ കിടക്കുമ്പോഴും മറ്റുള്ളവർക്ക് സമാധാനം തരത്തില്ല ഈ തെണ്ടികൾ എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇപ്പോൾ തന്നെ എത്താമെന്ന് മിസ്റ്റർ ബമ്പിളിന് ഉറപ്പ് കൊടുത്തുകൊണ്ടും ഒരു കമ്പിളി പുതപ്പെടുത്ത് ശരീരം അപ്പാടെ പുതച്ച് അവർ കതകു തുറന്ന് പുറത്തേക്കിറങ്ങി. ഇടനാഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോഴും അവർ മരിക്കാൻ കിടക്കുന്ന ആ സ്ത്രീയെ തെറി പറയുന്നുണ്ടായിരുന്നു, ശകാരിക്കുന്നുണ്ടായിരുന്നു. മിസ്സിസ് കോർണി മുറി വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞ ഉടൻ തന്നെ ബമ്പിൾ മുറിയുടെ വാതിലുകൾ അകത്തു നിന്നും പൂട്ടി. എന്നിട്ട് ആ മുറിയിലുള്ള സാധന സാമഗ്രികൾ ഒന്നാകെ അയാൾ പരിശോധിക്കാൻ തുടങ്ങി. ചുവർ ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്ന ഒരു തടിയലമാരയുണ്ടായിരുന്നു. അയാൾ അത് വലിച്ചു തുറന്ന് അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വെള്ളിപ്പാത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിൻ്റെ മൂല്യം മനസ്സിൽ കണക്കുകൂട്ടുകയും ചെയ്തു. സാമാന്യം കട്ടിയുണ്ടായിരുന്ന പാൽപാത്രത്തിൻ്റെ തൂക്കം എത്ര വരുമെന്ന് അയാൾ ഊഹിച്ചെടുത്തു. എല്ലാം ഒറിജിനൽ വെള്ളി തന്നെയാണോ എന്ന കാര്യത്തിൽ ആദ്യം സംശയം തോന്നിയെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ അതെല്ലാം ശുദ്ധമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. വെള്ളി സ്പൂണുകളും മെഴുകുതിരിക്കാലുകളുമെല്ലാം ശുദ്ധമാണെന്ന് അയാൾക്ക് ബോധ്യമായി. ആ മുറിയിൽ സൂക്ഷിച്ചിരുന്ന മറ്റു ഉപകരണങ്ങളുടെയും വിലപിടിപ്പുള്ള സാധനങ്ങളുടെയും ആകെ മൂല്യം പെട്ടെന്ന് നോക്കി ബോധ്യമായ ശേഷം വിധവയായ അവർക്ക് മോശമല്ലാത്ത സമ്പാദ്യമുണ്ടെന്ന് തീർച്ചപ്പെടുത്തി. അവരുടെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള അറിവ് ബമ്പിളിൻ്റെ സമനില തന്നെ ഇല്ലാതാക്കുന്നതായിരുന്നു. സന്തോഷം കൊണ്ട് മതിമറന്നു പോയ അയാൾ ആ മുറിക്കുള്ളിൽ ആനന്ദ നൃത്തം ചവിട്ടി ആഹ്ലാദിച്ചു. ബമ്പിളിൻ്റെ ഈ വക ലീലാവിലാസങ്ങളൊന്നും അറിയാതെ ആ കിഴവിയോടൊപ്പം തണുത്തു വിറച്ചുകൊണ്ട് മിസ്സിസ് കോർണി മരിക്കാൻ കിടക്കുന്ന വൃദ്ധയായ സാലിയുടെ മുറിയിലേക്ക് കയറി. മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ കോക്കാനിക്കാൻ വന്നു. മരുന്നിൻ്റെയും വൃത്തികേടിൻ്റെയും അതിലുപരി മരണത്തിൻ്റെയും അസുഖകരമായ ഗന്ധം അവരെ അസ്വസ്ഥപ്പെടുത്തി. മുറിയിൽ സാലിത്തള്ളയെ കൂടാതെ മരണത്തെ പുൽകാൻ കാത്തു നിൽക്കുന്നവരും പ്രായമേറിയതുമായ മറ്റ് 2 സ്ത്രീകളും ഫാർമസിയിലെ അറ്റൻഡറായിരുന്ന ഒരു ചെറുക്കനുമുണ്ട്. ഈ സ്ത്രീകളുടെ മുഖം മരണത്തിൻ്റെ ഭീകരതയെ വിളിച്ചോതും വിധം ഭയാനകമായിരുന്നു. മുറിയിലേക്ക് കയറിയ പാടെ മിസ്സിസ് കോർണി തിടുക്കത്തിൽ സാലി കിടന്നിരുന്ന കട്ടിലിനടുത്തേക്ക് നടന്നുകൊണ്ട് മറ്റു സ്ത്രീകളോടായി ചോദിച്ചു, ഇവൾ ഉറക്കത്തിലാണോ? മിസ്സിസ് കോർണിയുടെ ചോദ്യം കേട്ട് അവരിലൊരാൾ കട്ടിലിൽ കിടന്നുറങ്ങുന്ന സ്ത്രീയുടെ അടുത്തേക്ക് കൂടുതൽ നീങ്ങി നിൽക്കുകയും കുനിഞ്ഞ് അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം മൂക്കുമുട്ടും വിധം ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ട് നല്ല ഉറക്കമാണ് മാം എന്ന് പ്രതികരിച്ചു. മിസ്സിസ് ബമ്പിളിന് ദേഷ്യം സഹിക്കാനായില്ല. മിസ്സിസ് കോർണി എന്ന താൻ മിസ്സിസ് ബമ്പിൾ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ദിനമാണിന്ന്. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ ദുർഗതിയുണ്ടായത്. അവർ തൻ്റെ പുതപ്പ് കുറച്ച് താഴ്ത്തി വെച്ചിട്ട് സാലിയുടെ കട്ടിലിന് സമീപം ഇരുന്നു. ഭയാനകമായ മുഖവുമായി മരണത്തിന് കാവലിരിക്കുന്ന ആ 2 വൃദ്ധകളും ഉടൻ തന്നെ നെരിപ്പോടിനടുത്തേക്ക് നടക്കുകയും തങ്ങളുടെ മെല്ലിച്ച കൈപ്പടം നെരിപ്പോടിൽ ആളിക്കത്തിയിരുന്ന തീയുടെ മേൽ കമഴ്ത്തിപ്പിടിക്കുകയും ചെയ്തു. തീ അവരുടെ മെല്ലിച്ച കൈപ്പടത്തെ പ്രേതം കണക്കെ ആലിംഗനം ചെയ്തു. അതിൽ ഒരു സ്ത്രീ മറ്റേ സ്ത്രീയോട് പതുക്കെ ചോദിച്ചു, ആനി, അവൾ പിന്നീട് എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? ഇല്ല, ഒരക്ഷരം പോലും ഉരിയാടിയില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവൾ കൈകാലുകൾ കുടഞ്ഞ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി ഒന്നും ചോദിച്ചതുമില്ല. ആ ഡോക്ടർ പറഞ്ഞതല്ലേ അവൾക്ക് ചൂടുള്ള കുറച്ച് വീഞ്ഞു കൊടുക്കാൻ, നീ അങ്ങനെ ചെയ്തില്ലേ? ഉവ്വ് അങ്ങനെ ചെയ്തു. എന്നാൽ അല്പം പോലും കുടിച്ചിറക്കാതെ അവൾ പാത്രത്തിൻ്റെ വക്കിൽ കടിച്ചു പിടിക്കുക മാത്രമാണ് ചെയ്തത്. ഹോ,
അവളുടെ പല്ലിൻ്റെ പിടിയിൽ നിന്നും പാത്രം തിരിച്ചെടുക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നോ. അതുകൊണ്ടെന്താ, ആ വീഞ്ഞ് ഞാൻ തന്നെ അകത്താക്കി. ഈ കൊടുന്തണുപ്പിൽ എനിക്കതല്പം ആശ്വാസമുണ്ടാക്കുകയും ചെയ്തു. ആ സ്ത്രീ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും നിറം മങ്ങിയതും വൃത്തികെട്ടതുമായ ഒരു ചെറിയ പൊടിക്കുപ്പി പുറത്തെടുത്ത് അതിൽ നിന്നും കുറേ പുകയിലപ്പൊടി കൈവെള്ളയിലേക്ക് തൂകിയിട്ട ശേഷം മൂക്കിലേക്ക് വലിച്ചു കയറ്റി. ഈ സമയം രണ്ടാമത്തെ കിഴവി അക്ഷമയോട് ചോദിച്ചു, ഈ കാത്തിരിപ്പിനൊരന്ത്യമില്ലേ? ഇവളെപ്പോഴാണ് മരിക്കുന്നത്? അതിനിനി അധിക നേരം കാത്തിരിക്കണമെന്ന് തോന്നുന്നില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അത് സംഭവിക്കാം. മൂക്കിപ്പൊടി ആഞ്ഞു വലിച്ചുകൊണ്ട് ആ കിഴവി പ്രതികരിച്ചു. ഈ സമയത്താണ് മരിക്കാൻ കിടന്നിരുന്ന സാലി എന്ന ആ കിഴവിത്തള്ള പെട്ടെന്ന് ഞെട്ടിയുണർന്നുകൊണ്ട് എന്തെല്ലാമോ ഗോഷ്ഠികൾ കാണിക്കുകയും കൈകാലുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാൻ തുടങ്ങിയത്. മിസ്സിസ് കോർണി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവർക്ക് നേരെ ചെന്നു. അവർ ആരാ ആരാ എന്ന് വിളിച്ചു ചോദിച്ചു. വൃദ്ധമാരിൽ ഒരുവൾ നെരിപ്പോടിനടുത്തു നിന്നും എഴുന്നേറ്റ് വന്ന് സാലിയോട് അനങ്ങാതെ കിടന്നുകൊള്ളാൻ നിർദ്ദേശിച്ചു. എന്നാൽ ആ വൃദ്ധയുടെ നിർദ്ദേശം മരിക്കാൻ കിടക്കുന്നവൾ തള്ളിക്കളഞ്ഞു. ഞാനിനി ഉറങ്ങണമെങ്കിൽ അത് നിത്യതയിലേക്കുള്ള ഉറക്കം മാത്രമായിരിക്കും, അവർ പിറുപിറുത്തു. തൻ്റെ സമീപം നിൽക്കുന്നത് മിസ്സിസ് കോർണിയാണെന്ന് പെട്ടെന്ന് തന്നെ മരിക്കാൻ കിടക്കുന്നവൾ മനസ്സിലാക്കി. തനിക്ക് മിസ്സിസ് കോർണിയോട് ചില രഹസ്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും ആ സമയത്ത് മുറിയിൽ മറ്റാരും ഉണ്ടാകാൻ പാടില്ലെന്നും അവർ പതുക്കെ പറഞ്ഞു. മറ്റുള്ളവരെ മുറിയിൽ നിന്നും ഉടനെ പറഞ്ഞു വിടണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ആ വൃദ്ധകൾ തയ്യാറായില്ല. കുപിതയായ മിസ്സിസ് കോർണി ബലമായി തന്നെ അവരെ രണ്ടുപേരെയും മുറിയിൽ നിന്നും പിടിച്ച് പുറത്താക്കിയ ശേഷം വാതിൽ സാക്ഷിയിട്ട് ബന്ധിച്ചു. എന്നിട്ട് മരിക്കാൻ കിടക്കുന്ന തള്ളയ്ക്ക് തന്നോട് എന്ത് രഹസ്യമാണ് പറയാനുള്ളതെന്ന് ചെവി കൂർപ്പിച്ചു. ഏത് നിമിഷം വേണമെങ്കിലും മരണമേറ്റെടുക്കാൻ തയ്യാറായിരുന്ന ആ ശോഷിച്ച ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവർ പതുങ്ങിയ ശബ്ദത്തിൽ തനിക്ക് പറയാനുള്ള രഹസ്യം മിസ്സിസ് കോർണിയോട് പറഞ്ഞു തുടങ്ങി. മാഡം, ഈ മുറിയിൽ വെച്ച്, ഞാൻ കിടക്കുന്ന ഈ കട്ടിലിൽ വെച്ച് തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പൂർണ്ണ ഗർഭിണിയെ പരിചരിച്ചിരുന്നു. അതിനും തൊട്ടു മുമ്പുള്ള ദിവസം മാത്രമാണ് വഴിയരികിൽ ബോധം കെട്ട് കിടന്ന അവളെ നാട്ടുകാരായ ഏതാനും പേർ താങ്ങിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്. അവളുടെ വസ്ത്രങ്ങളും ശരീരവും ചെളിയും രക്തവും പുരണ്ട് അങ്ങേയറ്റം വൃത്തികേടായിരുന്നെങ്കിലും അവൾ അതീവ സുന്ദരിയായിരുന്നു. ഏറെ ദൂരം അവൾ നടന്നിട്ടുണ്ടായിരുന്നുവെന്ന് അവളുടെ തേഞ്ഞു തീരാറായ കാലുറയും ഷൂസും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഗർഭിണിയായിരുന്ന അവൾ വളരെ നാളുകൾ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ അവളുടെ ആരോഗ്യം പൂർണ്ണമായും നശിക്കുകയും ഭക്ഷണവും പരിരക്ഷയും കിട്ടാതെ അവൾ മരണത്തിൻ്റെ വക്കിലെത്തുകയും ചെയ്തു. അവൾ ഇവിടെ എത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ടതിന് ശേഷം അവൾ ഈ ലോകം വിട്ടു പോവുകയും ചെയ്തു. എന്നാൽ അവൾ മരിക്കുന്നതിന് മുൻപായി എൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണപ്പതക്കം ഏൽപ്പിക്കുകയുണ്ടായി. ഇക്കാര്യം ഇവിടെ എനിക്ക് മാത്രമേ അറിയൂ. കഷ്ടം തന്നെ. ഇങ്ങനെയൊരു സ്വർണ്ണപ്പതക്കം അവളുടെ കൈവശത്തിൽ ഉണ്ടെന്ന കാര്യം മുന്നേക്കൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് ആ ഡോക്ടർ അവൾക്ക് നൽകിയ ഏറ്റവും മോശമായ പരിചരണത്തിന് പകരം അനുയോജ്യമായ നല്ല ചികിത്സ അവൾക്ക് ലഭിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ അവൾ മരണത്തിന് കീഴടങ്ങുമായിരുന്നില്ല. ഈ അഗതി മന്ദിരത്തിൽ അവൾ നല്ല ബോധമുള്ള അവസ്ഥയിൽ ജീവനോടെ കണ്ടുമുട്ടിയ ഏക വ്യക്തി ഞാൻ മാത്രമാണ്. അതുകൊണ്ടായിരിക്കാം അവൾ ആ സ്വർണ്ണപ്പതക്കം എന്നെ വിശ്വസിച്ചേൽപ്പിച്ചത്. അതെന്നെ ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രമാണ് അവൾ എന്നോട് ആവശ്യപ്പെട്ടത്. അവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതിനെ നല്ല പരിചരണം കൊടുത്ത് വളർത്തണമെന്ന് മാത്രം. ഇത്രയും പറഞ്ഞൊപ്പിച്ച ശേഷം ആ വൃദ്ധ ശ്വാസം കഴിക്കാനായി ഒന്ന് നിർത്തി. മിസ്സിസ് കോർണിയാകട്ടെ അക്ഷമയായി. സമയം ഏറെയായിരിക്കുന്നു. ഇവളിപ്പോൾ മരിക്കും മുൻപ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. മിസ്സിസ് കോർണി അവളോട് പറഞ്ഞു, നീ വേഗം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയൂ, ഇല്ലെങ്കിൽ നിനക്കിക്കഥ മുഴുമിപ്പിക്കാനാവില്ല. പറയൂ, എന്നിട്ടാ കുഞ്ഞെവിടെയാണ്? അക്കാര്യം എനിക്കിപ്പോൾ അറിയില്ല മാം. 1 വയസ്സാകുന്നതുവരെ അവൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അധികാരികൾ അവനെ എവിടേക്കോ കൊണ്ടുപോയി. അവൻ്റെ പേരെന്തായിരുന്നുവെന്ന് നീ ഓർക്കുന്നുണ്ടോ? ഉണ്ട് മാം, ഒലിവർ ട്വിസ്റ്റ് എന്നായിരുന്നു അവൻ്റെ പേര്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി. ക്രമേണ ആ സ്ത്രീ കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഈ സമയത്തും അക്ഷമയോട് മിസ്സിസ് കോർണി അവരോട് ചോദിച്ചത് ആ സ്വർണ്ണപ്പതക്കം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ്. അതിനവർ മറുപടി പറഞ്ഞില്ല. മാത്രവുമല്ല, അവ്യക്തമായി എന്തെല്ലാമോ പുലമ്പിക്കൊണ്ട് അവർ മരണത്തിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ ശരീരം നിശ്ചലമായി. മിസ്സിസ് കോർണി ആ സ്വർണ്ണപ്പതക്കത്തിനായി ആ മുറിയിലെല്ലാം പരതി.
കട്ടിലും മെത്തയും അലമാരയും എല്ലാം അരിച്ചു പെറുക്കി. ഈ സമയത്തെല്ലാം അകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് നിശ്ചയമില്ലാതെ താക്കോൽ ദ്വാരത്തിലൂടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് ആ 2 വൃദ്ധകളും അസ്വസ്ഥരായി നിലകൊണ്ടു. തങ്ങളുടെ കൂട്ടുകാരിക്ക് മാഡത്തിനോട് എന്ത് രഹസ്യമാണ് പങ്കുവയ്ക്കാനുള്ളതെന്നായിരുന്നു അവർക്കറിയേണ്ടിയിരുന്നത്. മിസ്സിസ് കോർണി സാക്ഷ വലിച്ചു നീക്കി കതകു തുറന്ന് പുറത്തേക്കിറങ്ങിയിട്ട് അവരോട് പറഞ്ഞു, സാലി മരിച്ചു. ആർത്തലച്ചുകൊണ്ട് ആ 2 വൃദ്ധകളും അകത്തേക്ക് തള്ളിക്കയറി തങ്ങളുടെ സ്നേഹിതയുടെ ജീവനില്ലാത്ത ശരീരത്തിൽ പിടിച്ചുകൊണ്ട് അവർ അലമുറയിട്ട് കരയാൻ തുടങ്ങി. മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ മിസ്സിസ് കോർണിയുടെ മനസ്സിൽ തൻ്റെ വരവും കാത്ത് മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ബംബിളിൻ്റെ രൂപമായിരുന്നു. അവർ കാലുകൾ വലിച്ചു വെച്ച് തൻ്റെ സ്വകാര്യ മുറി ലക്ഷ്യമാക്കി നടന്നു.